ഭൂമി നീ വന്നായിരുന്നോ? നിന്നെ സിസ്റ്ററമ്മ വിളിക്കുന്നുണ്ട്, ചെല്ല അങ്ങോട്ടേക്ക്. ഞാൻ വന്നു. എന്താ ചോദിച്ചാൽ ഞാൻ വരച്ചിട്ടിരുന്നോ? അങ്ങനെ ഇപ്പം നിങ്ങൾ സാറിന് സമാധാനം തരത്തില്ല. ഞാൻ എന്തായാലും വരും. മക്കൾ പറഞ്ഞായിരുന്നു സിസ്റ്ററമ്മ വിളിക്കുന്നുണ്ടെന്ന്. പിന്നെ എൻ്റെ ചേച്ചി സിസ്റ്റർക്ക് സുഖമല്ലേ? എനിക്ക് സുഖം തന്നെയാ. നീ കുറേ ആയാലും ഇങ്ങോട്ട് വന്നിട്ട്. നിനക്ക് സുഖമല്ലേ? കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു. പിന്നെ സിസ്റ്ററമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതാ വന്ന്. എൻ്റെ പിള്ളേർക്ക് ഞാൻ ഷീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തേക്കണം കേട്ടോ. ആയിക്കോട്ടെ മാഡം, ഞങ്ങൾ കൊടുത്തേക്കാം. നീ സിസ്റ്ററമ്മ എടുത്ത് ചെല്ലാൻ നോക്ക്. കണ്ണെല്ലാം കരഞ്ഞ് കലങ്ങിയിരിക്കുന്നല്ലോ. സിസ്റ്ററമ്മയുടെ കുഞ്ഞിന് എന്ത് പറ്റി? അമ്മ, അത് ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നല്ല എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതിനു വേണ്ടി എന്താ ഉണ്ടായേ? എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവാ. ഞാൻ ഇന്ന് തന്നെ നൈറ്റ് ബാംഗ്ലൂരിലേക്ക് പോകും. ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യം നല്ല സങ്കടം വരുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലൊന്നല്ല എൻ്റെ ലൈഫ് പോകുന്നത്. എനിക്കറിയില്ല അമ്മ. എല്ലാവരും കൂടെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുക. എനിക്ക് ലാസ്റ്റായിട്ട് എൻ്റെ സ്വന്തം അമ്മയെ പോലെ കാണുന്ന എൻ്റെ മക്കളെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മയെ പോലെ കാണുന്ന എൻ്റെ സിസ്റ്റർ അമ്മയും കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തിരിച്ചുള്ളത് എനിക്കറിയില്ല. ബട്ട് ലാസ്റ്റായിട്ടാണെങ്കിൽ എനിക്ക് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നത്. എന്താ മോളെ ഭൂമി നീ പറയുന്നേ? ഇനി ഇങ്ങോട്ട് വരില്ലെന്നോ? അയ്യോ, അവിടെ നിന്ന് ഭയങ്കര ബോറടി, അതാ ഇങ്ങോട്ട് വന്നത്. അകത്തേക്ക് കയറാവോ? ആരാ മോനെ നീ? കയറി വന്നോ, കുഴപ്പമൊന്നുമില്ല. ഞാനാ സിസ്റ്ററമ്മയുടെ കൂടെ നിൽക്കുന്ന ഈ കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. ഭൂമി, ഞാൻ എന്തേ കേൾക്കുന്നത്? അപ്പം ഞങ്ങൾ തരണോ? എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ എല്ലാം ഞാൻ അമ്മ എടുത്ത് പറഞ്ഞുതരാം. മോളെ, നീ പോവാണോ? അതെ അമ്മ, നൈറ്റാണ് ട്രെയിൻ, പോണം. മോളെ, നീ ഒരിക്കലും വിഷമിക്കരുത്. എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ? ശരി അമ്മേ, സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും വരാം. ആഹാ ഭൂമി, സുഖമല്ലേ നിനക്ക്? പിന്നെ എനിക്ക് സുഖമാണല്ലോ. ഇപ്പം എങ്ങോട്ട് പോയി ഓണം കൂട്ടിയിട്ട്? ഒന്നും പറയണ്ടില്ല മോളെ, ക്ലാസ്സിൽ ചേർക്കാൻ ഇപ്പോൾ അവിടെ കടന്ന് ഫുൾ അലമ്പ്. പിന്നെ ഞാൻ കൂട്ടിയിട്ട് വന്നു. എടി കണ്ടെത്തി, നാളെ മുതൽ നന്നായിട്ട് സ്കൂളിൽ പഠിച്ചണം കേട്ടോ. അപ്പോൾ ഗുഡ് ഗേൾ ആവണം. എന്നാൽ ഞാൻ പോട്ടെ. ശരി മോളെ, നേരം കുറയാലോ, നീ പൊക്കോ. ശരി നിർമ്മലാമ്മേ, ഞാൻ പോവാണേ. ബൈ. നിനക്ക് കാണേണ്ടവരെ കണ്ടപ്പം സന്തോഷമായോ? സന്തോഷം, പരമാനന്ദം. അപ്പൊ എന്നെ കാണുമ്പോൾ തോന്നുക? വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം. നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം, വെറുപ്പ്, സങ്കടം, അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലിംഗ് വരും. വേറെന്താ വരണ്ടേ? എന്താ ഭൂമി ഒരു ഫേക്ക് ലവ് പോലെ? ലവ് റിയൽ ആയിരുന്നില്ലല്ലോ, പിന്നെ ഫേക്ക് ലബായി എന്ത് കുഴപ്പം? പക്ഷെ എന്റെ ലവ് ട്രൂ ആണല്ലോ. ഞാൻ ട്രൂ അല്ലല്ലോ. നല്ലതാ. ഇത് ട്രൂ ആക്കാൻ ഞാൻ ഇത് അറ്റം വരെ പോവും. പൊക്കോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല ഭൂമി, ആരാ തരുൺ? എന്താണ് സിസ്റ്റർ അവനെ പറ്റി നിന്നോടത്ത് പറഞ്ഞേ? തരുൺ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്, അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, ഫേവറേറ്റ് എന്ന് പറയുമ്പം എത്രത്തോളം ഫേവറേറ്റാ? ഇന്ന് കണ്ട് നാളെ കെട്ടാൻ പോകുന്ന നിനക്കാ ഫേവറേറ്റ് ആയിരിക്കും. ഓക്കെ? അപ്പം ഞാൻ നിനക്ക് ഫേവറേറ്റ് ആണ്, അത് മതി എനിക്ക്. കെട്ടാൻ പോകുന്നവൻ പൊട്ടനാണെന്ന് അറിയുമ്പോൾ ഒരു സങ്കടം. മാഡം ഇപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്? നത്തിങ് ന്യൂ. മോളെ തനു, നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങളുടെ ആവുന്നത്ര പരിശ്രമിച്ചു. ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇനി. ഏതായാലും അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളൂ. ഡോക്ടർ, എൻ്റെ ഏട്ടൻ എനിക്കിനി തിരിച്ച് പഴയ പോലെ കിട്ടില്ലേ? വിഷമിക്കില്ല മോളെ. ഞാൻ എന്ത് ചെയ്യാനാണ് ടീച്ചർ? അതെ, ഞാനൊരു ഓർഫണാണ്. ഇത്രയും നാൾ ഞാനങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഏട്ടൻ, എൻ്റെ അച്ഛനും അമ്മയും എല്ലായിട്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ആ ഏട്ടനെ കൂടെ എനിക്ക് നഷ്ടപ്പെടുത്താൻ എനിക്ക് ലാസ്റ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഡോക്ടർ, എൻ്റെ ഏട്ടനെ. എന്നാലും എങ്ങനെയാ എൻ്റെ ഏട്ടന് ശരിക്കും സംഭവിച്ചത്? എനിക്ക് എൻ്റെ ഏട്ടനൊന്ന് കാണണം പ്ലീസ്. ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഓവർ സ്പീഡിലാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. പിന്നെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ കാരണം
കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടായി. ഹാർട്ടിനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. കാണണമെങ്കിൽ പോയി കാണാം. മോളെ തന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് വാ. ഏട്ടാ, എന്നാലും എന്താ ഏട്ടാ പറ്റിയ? ഏട്ടനിനി അധികം വയസ്സില്ല മോളെ. ഏട്ടൻ പോവാൻ പോവുകയാണ്. ഞാൻ ഒരിക്കലും നീ ജസ്റ്റ് പേരിൽ ഭൂമിയെ കുറ്റപ്പെടുത്തുമോ അവളോട് വെറുക്കുകയോ ഒന്നും ചെയ്യരുത്. എൻ്റെ ഓവർ സ്പീഡ് കാരണം ബൈക്ക് ആക്സിഡൻറ്റ് ഞാൻ മരിക്കാൻ പോകുമെന്ന് എനിക്കറിയാം. ബട്ട് എനിക്കൊരു സങ്കടമുള്ളൂ, എൻ്റെ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന ഓർത്തിട്ട്. ബട്ട് ദൈവം എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു മോളെ. ഏട്ടത്തിനോട് പോയി ചോദിക്കുക, നീ ഒരിക്കലും വിഷമിക്കരുത്. എൻ്റെ കുഞ്ഞെപ്പോൾ ഹാപ്പി ആയിട്ട് ഓക്കെ ആയിട്ടിരിക്കണം. തരുൺ, അങ്ങനെയൊന്നും പറയരുത്. നിനക്ക് ഇനിയും ചിരിക്കാൻ പറ്റും. ഏട്ടനപ്പോൾ ശരിക്കും എന്നെ വിട്ട് പോവാണോ? ഈ തന്നെ വിട്ടിട്ട് പോകാൻ ഏട്ടന് പറ്റുമോ? എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഏട്ടാ? മോളെ, ഏട്ടനോട് നിനക്ക് ദേഷ്യം ഒന്നും ഉണ്ടാകരുത്. ഒന്നും നമ്മൾ വിചാരിച്ചിട്ടല്ലേ നടക്കുന്നത്. ക്ഷമിക്കും മോളെ. ഞാനല്ലേ ദേഷ്യപ്പെടുന്നത്? ഏട്ടൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിന്നെയും എൻ്റെ ഭൂമിനെയാ മോളെ. ഏട്ടൻ പോവാ, കുഞ്ഞൊരിക്കലും സങ്കടപ്പെടുത്തത്. എങ്ങനെ ഏട്ടനില്ലാത്ത ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുക? ഞാനും കൂടെ വരും. എൻ്റെ കൂടെ വരാൻ വിചാരിക്കരുത് മോളെ. നിന്നെ കാത്ത് നല്ലൊരു ജീവിതം ഇവിടെ ഉണ്ട്. നീ ജീവിച്ചിട്ടേ വരാൻ പാടുള്ളൂ. എന്തുണ്ടായാലും അത് ചിരിച്ചുകൊണ്ട് നേരിടണം. ഏട്ടനെ പോലെ. ഏട്ടൻ പറയുന്ന പോലെ. ഡോക്ടർ എന്താ പറ്റിയ? ഡോക്ടർ, ഹീസ് നോ മോർ. താനും ടീച്ചറും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഞങ്ങൾ കുറേ നോക്കിയതാണ്. ബട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കുറേ ബ്ലഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സെൽസ് അല്ല, ടിഷ്യൂസ് തന്നെ ഡാമേജ് ആയിരുന്നു. പിന്നെ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ ഉണ്ട്, ബട്ട് ബ്രെയിൻ ഡെത്ത് അത് നടന്നു കഴിഞ്ഞു. ഇനി ഇപ്പം നമ്മുടെ വെന്റിലേറ്ററിലിട്ടുകൊണ്ടാണ് ഇപ്പോഴും ഹാർട്ട് ബീറ്റ് ഉള്ളത്. ഹേസ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് തരുണിൻ്റെ അവയവങ്ങളൊക്കെ മറ്റുള്ളവരിലൂടെ പ്രവർത്തിപ്പിക്കാം. അങ്ങനെ തരുണിന് മറ്റുള്ളവരിലൂടെ ജീവിക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം. പിന്നെ അറിയിക്കാനുള്ളതൊക്കെ അറിയിച്ചോളൂ. മരണം സംഭവിച്ചു കഴിഞ്ഞു. എൻ്റെ ഏട്ടൻ പോവല്ലേ? സാരില്ല, ഏട്ടൻ പറഞ്ഞോളെ ഞാൻ ഇവിടെ ജീവിച്ചോളാം. എൻ്റെ ഏട്ടന് ഇഷ്ടമുള്ള പോലെ ഞാൻ ഇവിടെ കുറേ കാലം ജീവിച്ചിട്ട് അടുത്തടുത്തേക്ക് പോകത്തുള്ളൂ. എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടും ഞാൻ. സന്തോഷമായില്ല ഏട്ടാ? എനിക്ക് പറ്റുന്നില്ല ഏട്ടാ. ഡോക്ടർ നിങ്ങളെന്താ വെച്ചാൽ അവൻ്റെ അവയവങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ചെയ്തു. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കൊന്ന് കാണാൻ വയ്യ. പുറത്തേക്ക് പോവാം. തനുവാ, നമുക്ക് പുറത്തേക്ക് പോവാം. ഞാൻ വരില്ല. എൻ്റെ ഏട്ടൻ ഇവിടെ ഇരിക്കുന്നു. ഏട്ടൻ്റെ അടുത്തിരിക്കും. തനു, നിൻ്റെ ഏട്ടൻ പോയി മോളെ. വാ, നമുക്ക് പുറത്ത് പോവാം. പോയല്ലേ? എന്നെ ഒറ്റക്കാക്കിയിട്ട് എൻ്റെ ഏട്ടനും പോയി. വാ ടീച്ചറെ, നമുക്ക് പുറത്ത് പോവാം. മോളെ തന്നെ, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? നമുക്ക് അവൻ്റെ ബോഡിയും കൊണ്ട് വീട്ടിലേക്ക് പോകണ്ടേ? എന്താ വെച്ചാൽ ടീച്ചർ ചെയ്തില്ലേ? എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ജീവനില്ലാത്ത ശരീരം കാണാൻ വയ്യ. ടീച്ചർ പ്ലീസ്. ഭൂമിയെല്ലാം പാക്ക് ചെയ്തെങ്കിൽ നമുക്ക് പോവാം.
ആ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ മോളെ? ആ ഇറങ്ങാം. അപ്പം ശരി, ഞാൻ പോവാണ്. പോയിട്ട് വാ മോളെ. നമ്മുടെ ട്രെയിൻ വന്നോ? ഏകദേശം വരുന്ന ടൈം ആയിട്ടുണ്ടാവും. പോയി നോക്കിയിട്ട് വാ. ശരി മാതാശ്രീ, ഞാൻ നോക്കിയിട്ട് വരാം. ട്രെയിനൊക്കെ വന്നു, അരമണിക്കൂറിലെടുക്കും. അങ്ങനെ നമുക്ക് വേഗം പോകണം. വാ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇനി നമുക്ക് ട്രെയിനിൽ കയറിയിരിക്കാം. എപ്പോൾ എടുക്കുന്ന വെച്ചെടുക്കാം. അത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. എപ്പോൾ എടുക്കുന്ന വെച്ചാൽ ട്രെയിൻ എടുക്കട്ടെ, നമുക്ക് കയറിയിരിക്കാം അവിടെ. എനിക്ക് ഞാൻ പണ്ട് കാശ്മീരിൽ പോയ ആ ഒരു സംഭവം ഓർമ്മ വരുന്ന എനിക്കറിയാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫസ്റ്റ് ആയിട്ട് ഇതൊക്കെയാണ്. ആ സമയത്ത് ഡാഡി മമ്മിയും എൻ്റെ കാലത്താണ് വലിയ കയറുന്നില്ല. ഞാൻ ഗ്രാൻഡ് അപ്പം ഞാൻ പറഞ്ഞ് കയ്യും കാലം പിടിച്ച് സെറ്റാക്കി എടുക്കാൻ അവരുടെ സമ്മതം. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കാശ്മീരിൽ പോയി ചിരിച്ചിരിച്ച് വന്നു. അത് കോളേജ് ടൂറല്ല, പ്ലസ് ടു ടൂറിന് അന്നാണ് ഞാൻ ഫസ്റ്റായിട്ട് മൊത്തം ഫ്രണ്ട്സോട് പോയി. പിന്നെ ഞാൻ ട്രെയിനിൽ പിന്നെ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ ഞാൻ എന്താണ് സെയിം അടുത്ത് തന്നെ കോളേജ് കിട്ടിയല്ലോ, മെഡിക്കൽ കോളേജ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അവിടെ തന്നെ പോയത്. പിന്നെ എങ്ങോട്ടും ഞാൻ ട്രെയിനിൽ പോയിട്ടില്ല. പിന്നെ ഇന്നാന്ന് വരുന്നത് ട്രെയിനിൽ. ഞാൻ ലാസ്റ്റ് ട്രെയിനിൽ കയറിയത് ഇന്ന് രാവിലെ. എന്തൊരു ചളി പറയണേ. ഇഷ്ടമായില്ലല്ലേ? ഞാൻ അടുത്ത പറയാം. വേണമെന്നില്ല. വേണ്ട, എനിക്ക് വേണ്ട. ഓക്കെ, എനിക്കെന്താ. മാതിയുടെ ആ കൊച്ചു സമാധാനത്തിൽ വീട്ടിൽ പൊക്കോട്ടെ. നോക്കുന്നേ, എൻ്റെ ഭൂമിനേക്കാൾ എന്ത് രസം. ഉറങ്ങുമ്പോൾ പാവാന്ന്. അമ്മയ്ക്ക് മനസ്സിലായില്ലേ എൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായിട്ടില്ല എന്ന്? ആദ്യമായിട്ട് നീ സെലക്ട് ചെയ്തതിൽ കുറച്ച് നല്ലത് ഇവളാണ്. കുറച്ചല്ല, ഏറ്റവും നല്ലത്. ഒരു പാവ ഇവള്. അതിനോട് ഞാനും യോജിക്കുന്നു. ആഹാ, അപ്പൊ ഭൂമിയിൽ കിട്ടിയപ്പോൾ അറിഞ്ഞാലും വേണ്ടേ? എന്താ സംശയം? വേണ്ട. ഏതാ ഒത്തൊരുമ. കെട്ടണം കൊള്ളാം. എന്തോ ഈ ബഹളമൊക്കെ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കൂല. ഇതെവിടുന്ന് ഞാൻ ഉറക്കത്തിൽ പറഞ്ഞായിരുന്നു. പേടിച്ചു. ഇല്ലെങ്കിൽ ഉറങ്ങാൻ സമ്മതിക്കില്ല നടന്ന് ഇപ്പൊ കടിച്ചു കയറിയാനെ. അമ്മ, ഇനി നമ്മളെങ്ങനെ തിരിച്ചു പോകുന്ന വീട്ടിലേക്ക്? നടക്കാനുള്ള ദൂരമുള്ളൂ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഉറക്കം വെച്ചാവും. അല്ലേ 12 മണി കിടന്നുറങ്ങും ഞാനാ. പിന്നെ ഞാൻ എപ്പോൾ കിടന്നുറങ്ങുക? നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോവാം. നീ ഇങ്ങനെ ബഹളം വെക്കാണ്ട്. ഉറങ്ങിയില്ലെങ്കിൽ പ്രാന്താവാം അമ്മ, അതാണ്. വാട്ടർ ഹൗസ് വീടൊക്കെ ഇഷ്ടമായ നമ്മളെ? ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നല്ല വീടല്ലേ? എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. ഇഷ്ടമായി. അച്ഛൻ എന്ത് ചെറിയ ചോദ്യം ചോദിച്ചത്, അതിന് ഇത്രയും വലിയ ഉത്തരവോ? മൈ ഗോഡ്. ഞാൻ പറയുന്ന ഉത്തരം ചെറുതാണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതെൻ്റെ ഇഷ്ടം. ഓക്കെ, ശരി. എൻ്റെ വായാടിയെ ഞാൻ തോറ്റു തന്നെ കൊണ്ട്. ഞാനാണെ തോപ്പിക്കാണ്ട് പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ചിന്തഗതി ഇങ്ങനെയാണ്. ഞാൻ എടുത്തടിച്ച് ഉത്തരം പറയും. കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നും തോന്നരുത്. അതൊന്നും കുഴപ്പമില്ല മോളെ. എന്തായാലും നീ അവിടുത്തെ കാട്ടിൽ ഇപ്പം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. സോറി അമ്മ, എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് കമ്പനി ആവേണ്ട. ഞാൻ അങ്ങനെ ഓവറായിട്ട് മിണ്ടുന്നില്ല. പക്ഷെ കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിണ്ടിക്കൊണ്ട് നിൽക്കും. അതാണ് എൻ്റെ സ്വഭാവം. അതൊന്നും കാര്യമൊന്നുമില്ല, എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെ. അത് ശരിയാ, ഏകദേശം എല്ലാവരും കമ്പനി ആവേണ്ട അങ്ങനെ അധികമായിട്ട് മിണ്ടത്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവർക്കും നല്ല ഉറക്കമായിരുന്നല്ലോ. വീടിന് മുമ്പിലെത്തിയിട്ട് നിങ്ങൾ കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കണോ? കയറുന്നില്ലേ അകത്തേക്ക്?
ശരി, എനിക്ക് ആ സമയം നല്ല ഉറക്കം വന്നായിരുന്നു. ഇപ്പം എന്തൊക്കെ ഉറക്കം പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ടൈമിന് വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലേ, ഭയങ്കര കഷ്ടപ്പെടാൻ പിന്നെ ഉറങ്ങാൻ. അമ്മ ഏതാ എൻ്റെ റൂം? സെക്കൻഡ് ഫ്ലോറിൽ നേരെ പോയി രണ്ടാമത്തെ റൂം. അതാണോ? ഓക്കെ ഓക്കെ. ഞാൻ അങ്ങോട്ട് പോയപ്പോ അവിടെ ഗോസ്റ്റ്. ആ റൂമിൽ ഗോസ്റ്റ് ഉണ്ടമ്മേ, ശരിക്കും ഞാൻ കണ്ടതാ. അമ്മേ, എന്താടാ മോനെ? ആ പിന്നെ മോളെ, നീ കണ്ടത് ഗോസ്റ്റിനൊന്നുമില്ല, എൻ്റെ രണ്ടാമത്തെ സന്താനത്തെയാണ്. അമ്മ ഇവിടെ ആരാ? എന്തിനാ ഇവിടെ എന്റെ റൂമിൽ വരുന്നേ? ആ പറയാൻ പറഞ്ഞു, ഇന്ന് ഞങ്ങൾ കേരളത്തിൽ പോയിട്ടുണ്ടായിരുന്നു പെണ്ണാണ് വേണ്ടിയിട്ട്. പിന്നെ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ പെണ്ണാണ് ഈ പെണ്ണ്. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഗോസ്റ്റ് തന്നെ കരുതി. ഐ എം സോറി. സാരില്ല അമ്മ, നേരത്തെ ഒന്നും പറയാമായിരുന്നു. അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതെ അതെ. അപ്പോൾ ഇവൻ്റെ റൂമിൽ കിടക്കാൻ പറ്റില്ല. മോളെ, ഇതൊരു വലിയ വീടാണെങ്കിലും എല്ലാ റൂമിലും പൊടിയൊക്കെ പിടിച്ച് കിടക്കാണ്. ആൻറ്റി ഈ റൂമാണ് വൃത്തിയാക്കിയിട്ടത്. അതാണ് എന്നോട് ഞാൻ ആ റൂമെന്ന് പറയുന്നത്. ഇനിയിപ്പം മോളെ ആർണവൻ്റെ റൂമിൽ കിടക്കുമോ? ഓൺലി ഫോർ 2 days. അപ്പോൾ അതിൽ ഞാൻ മറ്റു റൂം വൃത്തിയാക്കാം. അമ്മേ, കല്യാണം കഴിഞ്ഞപ്പോ അമ്മ ഇപ്പൊ 2 ജോലി റൂമിൽ കിടത്താൻ പോണോ? ആർണവന് എനിക്ക് വിശ്വാസം, പക്ഷെ ആ വിശ്വാസം എനിക്ക് നിന്നോടില്ല. നല്ലതാ അമ്മേ, നല്ലതാ. ഏട്ടൻ്റെ റൂമിൽ പോയി കിടന്നു. ഞാനോ? അർണവേട്ടൻ്റെ റൂമിലോ? അയ്യോ, അതൊക്കെ തെറ്റില്ലേ? അയ്യോ, ഞാനില്ല. നിങ്ങളല്ലേ ചേട്ടനെ? അപ്പം നിങ്ങൾ വിളിച്ചോളാം മതി, ഞാൻ റൂമിൽ കിടന്നോളാം. അല്ലെങ്കിൽ ഞാൻ അമ്മേൻ്റെ കൂടെ കൊടുക്കാം, അതുപോലെ. പറഞ്ഞു രണ്ടും കിടക്കാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും അവരുടെ കൂടെ കിടക്കാൻ പോകുന്നില്ല. പിന്നെ അമ്മ അച്ഛനെ വിട്ടും കിടക്കാൻ പോകുന്നില്ല. 2 ദിവസത്തേക്കല്ലേ മോളെ? ഇപ്പം നീ എന്തായാലും അവൻ്റെ റൂമിൽ കിടക്ക്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എൻ്റെ പൊന്നു മോളെ, ഈ കിഴങ്ങൻ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് വരുമെന്ന് ഞാൻ സ്വപ്നം പോലും കരുതിയിട്ടില്ലായിരുന്നു. ഇവൻ ഇന്ന് കയറി വന്നു. നീ എന്താണെന്ന് കയറി വന്നേ? സമാധാനങ്ങളെ വേണ്ടിട്ട്. ഫൈനൽ എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മക്കം കേൾക്കേണ്ട വർത്താനം തന്നെ ഇത്. എല്ലാം കഴിഞ്ഞല്ലേ? അപ്പം നീ ഇവിടെ കാണുമല്ലേ? ഭൂമി, ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. ഒരു ദിവസത്തേക്കല്ലേ, നീ എന്തായാലും നാട്ടിൽ രൂപ കിടക്ക്. പിന്നെ കട്ടിൽ നിന്ന് താഴെ അവരും കിടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ പ്രശ്നമൊന്നുമില്ലേ? അതെ അതെ, അങ്ങനെ കിടന്നാൽ പോരെ. ചെല്ല് മോളെ, ചെല്ല് പ്ലീസ്. ഇനിയിപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഏതാ റൂം? നീ നേരത്തെ പോയില്ലേ ആ റൂമിൻ്റെ അപ്പുറത്തെ റൂം? ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, പോയി ഇറങ്ങിക്കോ. കടന്നു ഇറങ്ങിപ്പോയോ? ഉറങ്ങുന്ന ഇയാളെ കാണാൻ നല്ല രസമുണ്ട്. നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും നല്ല സംസാരവും. സത്യത്തിൽ എന്തിനാ ബ്രോ എന്നെയൊക്കെ കെട്ടി ജീവിതം തുലയ്ക്കാൻ പോകുന്നത്? എല്ലാം വിധി, അല്ലാണ്ടെന്താ പറയുക. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. അയ്യോ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ കിടക്കും ഇനി. ഇയാളെ പോയിരുന്നോ? ഇനി ഉറക്കത്തിന് എണീപ്പിക്കാനൊന്നും വയ്യ, ഇവിടെ തന്നെ കിടക്കാം. ഇന്നലെ ഞാൻ ഇയാളെ വീട്ടിലൊക്കെ കയറി കിടന്നേ. ബട്ട് ഞാൻ വന്നിട്ട് ഉറങ്ങിയല്ലോ. ഒരു സേഫ് കെയറേഴ്സ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിപ്പോയി. എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ ഉള്ളപ്പോൾ കിട്ടുന്നൊരു ഫീൽ. ശരിക്കും നീ ആരായിരുന്നു? നല്ലൊരാളാണ്, ബട്ട് നിനക്ക് ഞാൻ ചേരില്ല. നിനക്ക് മാത്രമല്ല, ആർക്കും ഞാൻ ചേരില്ല. ജീവിക്കാനും സ്നേഹിക്കാനൊന്നും അർഹതയില്ലാത്തവളാ ഞാൻ. അവിടുത്തെ ഒരുമാതിരി സംസാരിച്ച് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല.
എന്തോ സ്വയം അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് അവളെ എടുക്കാത്തതല്ല. എന്നാലും എന്തായിരിക്കും അവളിങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ കിടന്നത്? ഭൂമി, ഐ ലവ് യു സോ മച്ച്. മമ്മി 1 കപ്പ് കോഫി. എന്നാലും അവളെന്തായിരിക്കും അങ്ങനെ പറഞ്ഞേ? എന്താ മിസ്റ്റർ ആലോചിക്കുന്നത്? ആരത്? ഭൂമിക അറിഞ്ഞപ്പോ എന്താണ്? അല്ല, ഭൂമിക ദേവ്. അതൊക്കെ നിർത്തുക. അമ്മ എവിടെ? ഞാൻ നോക്കിയപ്പം ഇവിടെ ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ പൂജാമുറി കണ്ടപ്പം ഈ ആൾക്കൊന്നും കത്തിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇതൊക്കെ എടുത്തിട്ട് തിരിച്ച് കത്തിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അതെയാ? എന്നാൽ അമ്മയും അച്ഛനും അനിയൻ വന്നിരുന്നല്ലേ? അവർ ഒച്ച കേൾക്കുന്ന പോലെ ഞാൻ ഇടയ്ക്ക് ഫീൽ ചെയ്തിരുന്നു. വന്നേ ഞാൻ കരുതി ഗോസ്റ്റ് വെച്ചാൽ കൂവിക്കാറി എൻ്റെ അമ്മ. എന്നിട്ട് എല്ലാവരും കണ്ടാലും ഒരു ഗോസ്റ്റ് ലുക്കുണ്ട്. ആണേ, സംഭവം എന്താ വെച്ചാൽ എനിക്ക് റൂം പറഞ്ഞില്ലേ, ഞാൻ റൂമിൽ പോയി നോക്കുമ്പം ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ആരും നീണ്ടു കിടക്കുന്നു. ഞാൻ നന്നായിട്ടൊന്ന് കൂവിക്കാറി. എന്നിട്ട് താഴേക്ക് ഓടി വന്നു. അപ്പോൾ തന്നെ അവൻ എൻ്റെ പുറകെ വന്നു. ആ തിരക്കിൻ്റെ പേരൊന്നും ചോദിക്കാൻ ടൈം കിട്ടിയില്ല. പിന്നെ വേറൊരു റൂം വൃത്തിയാക്കിയിട്ടില്ല, മോള് 2 ദിവസത്തേക്ക് കാരണം അവൻ്റെ റൂമിൽ നിൽക്ക്. അപ്പോഴത്തേന് അമ്മ വേറെ റൂം വൃത്തിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ്. എന്തോ ചെയ്യാൻ, ഞാൻ വന്ന് പറഞ്ഞതൊക്കെ നിൻ്റെ കൂടെ കിടക്കാതിരിക്കാം. ബട്ട് ഞാൻ എൻ്റെ അവിടെ തന്നെ കിടത്തി. എൻ്റെ അമ്മ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എനിക്കൊക്കെ അമ്മ ഒരു റൂം സെറ്റാക്കി തന്നിരുന്നെങ്കിൽ അത്രയും സന്തോഷം ആയിരിക്കുന്നത്. പിന്നെ ഞാൻ വന്നപ്പോൾ നീ ഉറങ്ങുമായിരുന്നു. ഞാൻ കുറച്ച് മനുഷ്യത്തോടുള്ളതായതുകൊണ്ട് നീ താഴെ കിടത്തില്ല. നിൻ്റെ അച്ഛനെന്താ പറയുന്നറിയോ? മോളവനെ താഴെ കിടത്തിക്കോ, എൻ്റെ മോള് കട്ടിലേക്ക് കിടന്നു. പിന്നെ ഞാൻ വന്നപ്പം നീ നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് അത് എണീപ്പിക്കാൻ തോന്നിയില്ല. സോ ഞാൻ എൻ്റെ അടുത്ത് നടന്നു. എൻ്റെ അമ്മച്ചി, ഇത്രയൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായോ? ഞാൻ നല്ല ഉറങ്ങിപ്പോയി. നീ ഇന്ന് മുതൽ കോളേജ് വരുന്നുണ്ടാവും. എനിക്കാണെങ്കിൽ ഇന്നാണെങ്കിൽ 12 മണിക്ക് മുതലാണ് ക്ലാസ്. 10 മണിയേ തരുള്ളൂ. വരുന്നുണ്ടോ ഇന്ന്? പിന്നെ അവൻ്റെ പേര് അറിഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്? അവൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അവൻ്റെ പേരാണ് ആരഫ്. ഞാൻ അറിഞ്ഞത് അത് ആരഫ്. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും അവനും കൂടെ അമ്പലത്തിൽ പോയി കാണും. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ഇന്നത്തെ പ്രത്യേകത? പ്രത്യേകം ഉണ്ടായിട്ട് പോയതല്ല. അമ്പലത്തിൽ ജോലിസിലുണ്ടോ, ജോലിസിലോട് ചോദിച്ചിട്ട് നമ്മുടെ കല്യാണം അപ്പം നിശ്ചയിക്കാണ്ടിട്ടായിരിക്കും അമ്മയച്ഛനും പോയിട്ടുണ്ടാവുക. പിന്നെ നീ ഇപ്പം ഇവിടെ കൂടെ അപ്പം കുറച്ച് നേരത്തെ തന്നെ കാര്യങ്ങളൊന്നും നടത്താമല്ലോ, അതുകൊണ്ടായിരിക്കും എന്നോട് പോലും പറയാൻ അവർ പോയതല്ലേ അവിടെ തന്നെ. എന്തോ കണ്ടിട്ടാ പുറകെ വന്നേ? സത്യത്തിൽ ഞാനൊന്നും നോക്കിയില്ല. ഫസ്റ്റ് ലുക്കിൽ തന്നെ കൊള്ളാം എന്ന് തോന്നി. പിന്നെ ഒരു സ്പാർക്കൊക്കെ അടിച്ചു. പിന്നെ മനസ്സിലായി ഇവിടെ ഇതിൻ്റെ ആരൊക്കെയോ അവൻ്റെ വീടാണെന്ന് ആരൊക്കെയോ പറയുന്നൊരു തോന്നൽ. അത്ര തന്നെ. മകനെ, നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. നാശിച്ചാലും കുഴപ്പമില്ല. ഈ പോക്കാണ് എനിക്കിഷ്ടം, ജീവിതകാലം മുഴുവൻ. ഇങ്ങനെ ഒരുത്തൻ എന്തുവാടേ ഇത്? Cause I love you, baby. പൊളിച്ച്. ഭൂമി, സത്യമായിട്ട് ഇതിന് ഭയങ്കര ഇഷ്ടം. അതല്ലേ എല്ലാം ഇങ്ങനെ. സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾ സീനിയേഴ്സായിരിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞുതരാം, ഡൗട്ട്സൊക്കെ അവർക്ക് ചോദിക്കാം. കാരണം ഇനി ഒരാഴ്ച കൊടുത്തുള്ളൂ അവർ. അപ്പം അവരുടെ ഗ്രാജുവേഷനോടനുബന്ധിച്ച് ഇങ്ങനൊരു പരിപാടിയുണ്ട്. അപ്പം ഈ അവറും അടുത്ത അവറും അതിൻ്റെ അപ്പുറത്തെ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഫുൾ ടൈം നിങ്ങൾ സീനിയേഴ്സിൻ്റെ കൂടെ ആയിരിക്കും. ഈ അവർ കൊണ്ട് നിങ്ങൾക്ക് തീർക്കണമെങ്കിൽ തീർക്കാം. അതിനുശേഷം ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. ഫ്രീ അവറൊക്കെ കിട്ടുന്നത് വളരെ അപൂർവമായിട്ട് ഉപയോഗിച്ചോളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഈ അവറപ്പം അങ്ങനെ കാണല്ലോ. എടി നോക്ക്, നമുക്ക് ഗീത ചേച്ചി അറിഞ്ഞ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ. ഇന്ന് ഞാൻ വായി നോക്കി മരിക്കും. എൻ്റെ അമ്മ ശരിയാ, ഇത് നമ്മളെ കൊണ്ടേ പോകും. ദൈവമേ, എന്ത് ലുക്ക് എന്നങ്ങനെ കാണാൻ. അഞ്ജു, നേഹ, നിർത്ത്. എന്തുവായത്? എടി അത് അറിഞ്ഞവേട്ടൻ. എന്തോ നല്ലവട്ടം നിന്റെ ഒന്നും കെട്ടിയോന്നില്ല. അല്ല, എന്നാലും കാണുമ്പം പറയാണ്ടിരിക്കാൻ പറ്റുമോ? എന്തൊരു ഗതികേടാ ഇത്. മിണ്ടാതിരിക്കുക.
ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ അർണവ്, ഇവിടെ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ ഗ്രാജുവേഷൻ അടുത്ത ആഴ്ചയാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത്. നിങ്ങൾ പഠിക്കുന്ന ഇതേ ക്ലാസ്സിൽ ആണ് ഞാൻ പഠിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് റൂമാണിത്. ഈ ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഫീലിംഗ് വരും. കാരണം ഇവിടെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ റിയലി ഞാൻ എൻജോയ് ചെയ്ത ക്ലാസ് അതിതാണ്. അത് മാത്രമല്ല, ഇവിടെ ഓരോ മിനിറ്റും ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. ഈ ക്ലാസ്സിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അസൂയോടെ നോക്കുന്നു. അർണവ് പറഞ്ഞ പോലെ ഞാനും ഈ ക്ലാസ്സിലാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ എനിക്കും കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സാണ് ആൻഡ് ഓൾസോ ഞങ്ങൾ ഒരു ടീമാണ്. അപ്പം നിങ്ങളുടെ ഈ ക്ലാസ്സിൽ ഞങ്ങളാണ് നിങ്ങളുടെ കൂടെ ഇനിയുള്ള കുറച്ച് അവേഴ്സ് ഇരിക്കാൻ പോകുന്നത്. എന്നെ അറിയാത്തവർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഗീത ഫ്രം കണ്ണൂർ. അല്ല, ഈ പഠിക്കുന്ന അവേഴ്സ് ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ നേരം കഴിയുന്നതല്ല. ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഡൗട്ടിന് ആൻസർ ചെയ്യാനും ഞങ്ങളുടെ പഴയ മെമ്മറീസ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഡൗട്ട് ഇല്ലാത്തവരോ അവരെന്ത് ചെയ്യും? ഇല്ലാത്തവർ ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളത് മറുപടി പറയും. അല്ലെങ്കിൽ ഞങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കും, അവർ ഞങ്ങളോട് മറുപടി പറയണം. അതൊക്കെ ഭയങ്കര ബോറിങ് പരിപാടിയാണ് ചേച്ചി. അപ്പോൾ ബോറിങ് അത് മാറാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും സജഷൻസ് ആർക്കെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാം ചേച്ചി, അപ്പോൾ ബോറിങ് ഉണ്ടാവില്ല. ഗുഡ് ഐഡിയ. അപ്പം നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്താലോ? എനിക്കും ഓക്കെയാ. നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാം ചേച്ചി. എങ്ങനെ കളിക്കുക? ഓക്കെ, ഗീത ചേച്ചിയും അർണവ് ചേട്ടനും ഞങ്ങൾ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ട്രൂത്ത് ഓർ ഡെയർ എന്ന് ചോദിച്ചിട്ട്. ട്രൂത്ത് ആണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക, പിന്നെ ഡെയർ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറയുക. അപ്പം അങ്ങനെ ചെയ്യാം. ഇത് കൊള്ളാം, ഒരു നൈസ് പരിപാടി. എൻ്റെ അമ്മ, ട്രൂത്ത് ഓർ ഡെയർ. ഓക്കെ, സംഭവം എനിക്കും ഇഷ്ടപ്പെട്ടു. ശരിയാ, കൊള്ളാം. അപ്പം നമുക്ക് കളി തുടങ്ങാം. ഞാൻ ചോദിക്കാം ഫസ്റ്റ്. 4th റോയിലെ 3rd പേഴ്സൺ എനിക്ക് ചോദിക്ക് ചേച്ചി. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. എത്ര എക്സ് ഉണ്ട് നിനക്ക്? എനിക്ക് 2 എക്സ് ഉണ്ട് ചേച്ചി. ഇപ്പം ഞാൻ സിംഗിളാണ്. 2 എക്സോ? ഞാൻ ഇന്നലെ പ്രേമിച്ചിട്ടില്ല. അയ്യോ ചേച്ചി, പ്രേമിക്കാത്ത നല്ലത്. പ്രേമിക്കാത്ത ലൈഫാണ് സുഖ ലൈഫ്. ഓക്കെ ഓക്കെ, നീ എന്നായിരുന്നു? ഇനി നെക്സ്റ്റ്. ഇനി ഫസ്റ്റ് റോയിലെ മിഡിൽ പേഴ്സൺ നിനക്ക് ട്രൂത്ത് ഓർ ഡെയർ? ആസ് യൂഷ്വൽ ട്രൂത്ത് തന്നെ മതി. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നീ ഇപ്പം കറൻ്റ് ആരുടെ അടുത്താണ് നീ ക്രഷ് ഉള്ളത്? അത് പിന്നെ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. അർണവേട്ടൻ്റെ ഇപ്പം എനിക്ക് ക്രഷ് ഒന്നും ഉള്ളത്. ഷോ, എൻ്റെ ഫാൻസിനെ കൊണ്ട് തോറ്റല്ലോ. ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത മുതൽ തുടങ്ങിയതാ. എന്താണ് അർണവേട്ടൻ്റെ അഭിപ്രായം? സെറ്റാക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ നടക്കൂല. സാരില്ല അർണേട്ടാ, നമുക്ക് വിളിച്ചോടാം. തൽക്കാലം വേണ്ടടോ. സിറ്റ് ഡൗൺ. ഓ, അവളൊരു ക്രഷ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബാക്ക് ബെഞ്ചിലെ ഫസ്റ്റ് പേഴ്സൺ ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത് അർണവേട്ട. ഓ, കടന്നു വിളിപ്പിക്കണല്ലോ. എല്ലാവർക്കും അർണവേട്ട വിളിച്ചാൽ മതി. ആ ഗീത എന്താ കാണാൻ നിൽക്കണോ? അവൾക്ക് ചോദിച്ചോടെ. ഓക്കെ അർണവേട്ട, എൻ്റെ ചോദ്യം പറയൂ. എന്താ ചോദിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നീ എൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ കാരണം? അങ്ങനെ അവളോട് ചോദിക്കുക, അവൾക്ക് ഒന്നും ഒഴിപ്പില്ല. അതുകൊണ്ടല്ലോ ചേച്ചി, എൻ്റെ അമ്മാവൻ്റെ മോൻ എനിക്ക് ഭയങ്കര ശല്യമാണ്. അവൻ എന്നെ കല്യാണം കഴിക്കണം പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. അപ്പോൾ അവനിൽ നിന്നൊരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എവിടെയും പഠിക്കാതെ ബാംഗ്ലൂരിലേക്ക് വന്നേ. ജാതി ബുദ്ധിയായിട്ട് നിനക്ക്. യൂസ് ഇറ്റ് ഓൺ. ഇനി നെക്സ്റ്റ്
ഇനി മിഡിൽ ബെഞ്ചിലെ ലാസ്റ്റ് വൺ. ട്രൂത്ത് ഓർ ഡെയർ? ആ തേഞ്ഞ്. ട്രൂത്ത്. നിൻ്റെ പേരെന്താ? ഇതാണ് ട്രൂത്ത്. ആ എന്തായാലും പറഞ്ഞേക്കാം. എൻ്റെ പേര് ഭൂമിക ദേവൻ. ഓക്കെ, നൈസ് നെയിം. ഭൂമി, നീ എന്തുകൊണ്ടാണ് നിൻ്റെ നാട് വിട്ട് ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വന്നത്? ഓ അതൊരു വലിയ കഥ ചേച്ചി, പറഞ്ഞാൽ തീരത്തില്ല. സാരല്ല മോളെ, ഞാൻ കേട്ടോളാം. ചുരുക്കി പറഞ്ഞാൽ മതി. വലിച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അത് പിന്നെ ഒരു കണ്ണുപൊട്ടനുണ്ടായിരുന്നു. അവനെ നീ തൂക്കാണ്ട് വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവൻ ഇതാന്ന് ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ. എന്നിട്ട് ഞാൻ അതൊന്നൊക്കെ പിന്നെ പയ്യെ കണ്ടുപിടിച്ച് പിന്നെ അപ്പം അവൻ മനസ്സിലാക്കിയത് എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ്റെ അച്ഛനെന്ന്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ല അങ്ങനെ നീക്കി പിന്നെ അവൻ്റെ അച്ഛനെ അവൻ സോപ്പിട്ട് എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ അച്ഛൻ അവനെ കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ആകുന്നതാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൻ്റെ TC വാങ്ങിച്ചു എൻ്റെ അച്ഛൻ. ഇനി ബാംഗ്ലൂരിലേക്ക് അയച്ചു. അങ്ങനെ ബാംഗ്ലൂരിലെത്തി ഞാൻ പിന്നെ ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ സെറ്റാക്കി പിന്നെ ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതാണ് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കഥ. എൻ്റെ പൊന്നോ, എൻ്റെ ജൂനിയർ പിള്ളേരെല്ലാം കല്യാണം കഴിച്ചു പോയി. ഞാനിങ്ങനെ ഇപ്പം കിടക്കുക. ഞാൻ മാത്രമല്ല, നീ സിംഗിളാണല്ലോ അല്ലേ? അങ്ങനെ ഞാൻ സിംഗിളാണെന്ന് ഞാൻ എപ്പോഴാണ് പറഞ്ഞേ? നീങ്ങാൻ പറ്റൂടാ. ഓ മൈ ഗോഡ്. എന്നാൽ ഞാൻ ഇരുന്നോട്ടെ. അല്ല ഭൂമി, എന്നാലും നിൻ്റെ ഭർത്താവ് വരാ, ഫോട്ടോ ഉണ്ടോ കാണിക്കാൻ? എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാൻ ഫോട്ടോ ഒന്നുമില്ല. വേണമെങ്കിൽ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ആളിവിടെ പഠിക്കുന്നതാണോ? നമ്മുടെ കോളേജിലാണോ? ഇപ്പം ഇവിടെ ഉണ്ടോ? കാണിക്കുന്നത്? അതെ ചേച്ചി, ആൾ നമ്മുടെ കോളേജിലാണ്. പിന്നെ ചേച്ചിക്ക് അറിയുന്ന ആളാണ്, ചേച്ചിയുടെ ഫ്രണ്ടാണ്. ശരിക്കും? ആരാ അത്? പേര് പറഞ്ഞുതരുമോ? ഗൈസ്, ഇതിനു മുമ്പിൽ നിങ്ങൾ ആർക്കും അറിയാത്തൊരു സത്യം എല്ലാവരുടെ അടുത്തും റിവീൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദാറ്റ് ഈസ് ഞാനാണ് ഭൂമിക ദേവിൻ്റെ ഭർത്താവ്. ഇത്രയും നാളും ഞങ്ങൾ ഒരു കോളേജിൽ പഠിക്കുന്നതാണ് ഇത് പരസ്യമാക്കാതിരുന്നത്. ഇപ്പോൾ ഏതായാലും ഗ്രാജുവേഷൻ ആയാലും സോ അവിടെ പറയുന്നത്. ആൻഡ് ഓൾസോ ഭൂമിക അർണവ് ഈസ് നോട്ട് ഓൺലി മൈ വൈഫ്, എല്ലാത്തിനും ഉപരിയായി എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ് അവള്. എനിക്കെന്താ പറയണമെന്നറിയില്ല. ഇത് ആൾക്കാരോട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എൻ്റെ പെണ്ണിന് സിംഗിളായിട്ട് നടക്കുന്ന ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ അവൾ പറഞ്ഞ കഥയിലെ കണ്ണുപൊട്ടൻ അത് ഞാനാണ്. ഉഗാണ്ടയെ വെച്ച് കണ്ടിട്ടൊന്നുമല്ല, കാശ്മീർ വെച്ച് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അവൾ പറഞ്ഞ പോലെ അച്ഛൻ നാട്ടിൽ സോപ്പറിൻ്റെ വന്നു അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മക്കളെ വേണ്ടി സ്വന്തമാക്കാൻ. പിന്നെ തങ്കപ്പെട്ട സ്വഭാവമുള്ള എൻ്റെ ഭൂമി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളൊരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും. അതുകൊണ്ടാണ് അവളാരെന്ന് മനസ്സിലായപ്പം ജസ്റ്റ് ഒന്നും ആലോചിക്കാണ്ട് ഞാൻ അച്ഛനടുത്തും അമ്മയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചതും അവരെ സ്വൈര്യം കെടുത്തി പെണ്ണുങ്ങളെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുപോയതും ഒരു കഥ പോലെയാണ് ഞങ്ങളുടെ ജീവിതം പോയത്. എല്ലാം ഓർക്കുമ്പം ഒരു തമാശ പോലെ. പക്ഷെ ഞാൻ അനുഭവിച്ച കുറച്ചൊന്നുമല്ല. എന്നെ അവൾക്ക് കണ്ണിനെടുത്താൽ കണ്ടുകൂടായിരുന്നു. പിന്നെ ഞാൻ അവളെ എൻ്റേതാക്കിയത്. അല്ല ഗൈസ്, അപ്പം നിങ്ങൾ പറ പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അത്ര നല്ല പരിപാടിയാണോ? പിന്നെ പെണ്ണ് കാണാൻ വന്നു അന്ന് ഞാനിവനെ ആദ്യമായിട്ട് കണ്ടു. എന്നെ ഇവൻ എവിടെയോ കണ്ട് ഇഷ്ടപ്പെട്ടു. എന്നെ ഇവനറിയാം, ബട്ട് അറിയാത്ത ഒരാളെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും? പിന്നെ കുറച്ച് ടൈമൊക്കെ എടുത്ത് വന്നു. പിന്നെ എപ്പോഴോ ഏതോ ഒരു വീക്ക് മൊമെൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ഭൂമി എൻ്റെ ക്രഷിനെ അടിച്ചു മാറ്റിയേ. പോടി, എനിക്ക് എൻ്റെ ഭർത്താവിനെ അടിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എപ്പോൾ വേണ്ടത് തന്നെയാണ്. ഭൂമി, നീ അറിയാതെ ജലസാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് ജലസാവാൻ നിങ്ങളല്ലേ ഉള്ളൂ. അമ്മേൻ്റെ കുഞ്ഞുമ്പാവേ ചക്കരേ, അമ്മയെ മിസ് ചെയ്തോ? എൻ്റെ കൊച്ചു ക്ഷീണിച്ചു പോയി. മോളെ ഭൂമി,
എന്ത് വേണം? ഇതെന്തൊരു ചോദ്യ ഭൂമിയെ എന്താണെന്ന് അറിയില്ലേ? അറിയണമെങ്കിൽ താനാരെന്ന് എനിക്കറിയണ്ടേ? താനേതാ? ഓ ഭയങ്കര തമാശ. ഞാനത് നിനക്കറിയില്ല. നോ, ഐ ഡോണ്ട് നോ. ആരാ? അച്ഛൻ്റെ കുഞ്ഞ് കേട്ടോ, അമ്മയ്ക്ക് അച്ഛനാരെന്ന് അറിയില്ലെന്ന്. ചോദിച്ചാൽ ഉത്തരം പറ. താനേതാ? ഞാൻ നിന്റെ ഭർത്താവ്, അല്ലാണ്ടരാ. അറിയാലോ, ഭർത്താവല്ലേ. എന്നിട്ട് മനുഷ്യ അവളുമാരെല്ലാം കൂടെ നിങ്ങളോട് ബന്ധിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ നിങ്ങളെന്താ പറഞ്ഞേ? ഐ ആം ഇൻട്രസ്റ്റഡ്. പറ്റത്തില്ല അല്ലേ? ഐശൻ്റെ പെണ്ണിന് ചില സടിച്ചാണോ? അടിച്ചാലില്ലെങ്കിൽ നിങ്ങൾക്കെന്താ? നിങ്ങളെന്താ? ഭൂമി, നീ ഇങ്ങനെ മാത്രമല്ല ശരിക്കരുത്. ഞാൻ നിൻ്റെ ആരാന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു, പിന്നെ പറയിപ്പിക്കരുത്. അത് മാത്രമല്ല, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. നിനക്കറിയാലോ നീ എനിക്ക് എത്രത്തോളം സ്പെഷ്യലാണ്, എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഭൂമി, സോ നീ എന്നെ വേദനിപ്പിക്കുന്ന ടൈപ്പ് സംസാരിക്കരുത്. നീയും നമ്മുടെ കുഞ്ഞും ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ടുപേരാണ്. പിന്നെ ആളുമാരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പറ്റത്തില്ല. ഞാൻ കോമഡിക്ക് പറഞ്ഞതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്, അല്ലാണ്ട് ഞാൻ അവിടെ ഒക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. സോറി ഭൂമി, നിനക്കത് ഇത്ര ഫീൽ ഒന്നും ഞാൻ കരുതിയില്ല. ഐ എം റിയലി സോറി. സോറി എന്ന് വേണ്ട, ഞാൻ ജസ്റ്റ് ചുമ്മാ കളിപ്പിക്കാൻ പറഞ്ഞല്ലേ. വെറുതേക്ക് പറഞ്ഞാണോ? സത്യമായിട്ട് എനിക്ക് നല്ല സങ്കടം വന്നു. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറയൂ ഭൂമി, എന്താ നിനക്ക് പറയാനുള്ളേ? ഭൂമി നീ കേട്ടോ, നമ്മുടെ കൊച്ചു നിന്റെ അമ്മയെന്ന് വിളിച്ചു. ഞാനും കേട്ടോ. വാവേ, ഒന്ന് വിളിക്കാം അമ്മേനെ. അമ്മേന്ന് വിളിക്ക്, ഒന്ന് വിളിക്ക്. അമ്മയെന്ന് വിളിച്ച അവളല്ലേ, എനിക്കെന്തിനാ അമ്മ? അത് പിന്നെ വേറൊരാളും കൂടെ എന്നെ അമ്മേന്ന് വിളിച്ചു. അതാരപ്പാ? ഇവളല്ലാതെ വേറെ ആരും അമ്മേന്ന് വിളിക്കണ്ടേ? അച്ഛൻ നിനക്ക് കേൾക്കാൻ പറ്റില്ല, ഉള്ളി കഴിക്കാൻ. ബിക്കോസ് എൻ്റെ വയറ്റിൽ നിന്നാണ് ആ ശബ്ദം ഞാൻ കേട്ടെ. What do you mean? നീ പിന്നെയും ചെറുതായിട്ടൊക്കെ. അതേടെ മനുഷ്യ, നിങ്ങൾ പിന്നെ തന്തയാൻ പോവാണ്. love you ഭൂമി. I'm really loving this life. ഒരിക്കലും എൻ്റെ നമ്മുടെ മോളിലും കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷം. അതെയോ? അത് വേറൊരു കഥയായിട്ട് വരും. അത് നിനക്കറിയണോ? ഡാഡി പറഞ്ഞല്ലോ നോക്ക്. ബാ, സത്യമായിട്ടും പറഞ്ഞുതരാം. ബാ. ഭൂമി ഒരു വന്നോട്ടെ. എന്താ കാണിക്കുന്നത്? ഞാൻ ഒരു ടച്ച്. ഓക്കെ, അതെന്താ? നിനക്കറിയാലോ എനിക്ക് നിന്നല്ല വേണ്ടതെന്ന്. Then why torturing me like this? ബട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ, ഇനി എങ്ങനെ ഞാൻ മനസ്സിൽ കളയാനാ? അതുകൊണ്ട് ഞാൻ നീ നല്ലൊരാളാ, ബട്ട് എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ശരിയാ, ഞാൻ തരുണിന് മുമ്പ് വേറെ ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരെ എനിക്ക് മറക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പക്ഷെ എൻ്റെ ഇഷ്ടപ്പെട്ടത് ടൈം വാസ് ഫ്രണ്ട് ആയിരുന്നില്ല. എനിക്ക് ട്രൂ ലവ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ലവ്. അത് തരുണല്ല. ശരിയാ, എനിക്ക് അവരാണെങ്കിലും മറക്കാൻ പറ്റില്ല. ശരിയാണ്, ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ നീ എൻ്റെ ഭാര്യയല്ലേ, അപ്പൊ നീ എന്നെ ഇഷ്ടപ്പെടണം. അങ്ങനെ ഞാൻ ചെയ്തു എൻ്റെ മനസ്സിനോട് ചെയ്യുന്ന ഏറ്റവും തെറ്റിരിക്കരുത്. നിനക്കറിയോ അർണവ്, ഞാൻ പണ്ട് നിനക്കറിയാമല്ലോ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിച്ചിരുന്നത്. എൻ്റെ മുത്തശ്ശിയുണ്ടായിരുന്നു അവിടെ. ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല.
എനിക്ക് അമ്മ ഉണ്ടായിരുന്നൊരു ഫീലിംഗ് അത് ലവാണെന്ന് മനസ്സിലായില്ലായിരുന്നു എനിക്ക്. പിന്നീട് ഞാൻ തരുണിനെ ഇഷ്ടപ്പെട്ടപ്പോൾ ഓരോ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് ആലോചിച്ചപ്പോൾ എനിക്ക് അവനുണ്ടായിരുന്ന ഇഷ്ടം അത് പ്രണയമായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ അവനിൽ നിന്ന് ഒരുപാട് അകന്ന് വീഴുന്ന അപ്പത്തേന് പിന്നീട് സ്കൂൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ ആരും നിന്ന് ഒന്ന് ഒളിച്ചോടാൻ വേണ്ടി. ശരിയാ, ഞാൻ തരുണിനെ അതുകൊണ്ട് അച്ഛത്തെ തന്നെ. പക്ഷെ അവൻ്റെ ലവ് എനിക്ക് ഒരു പുതിയ ജീവനായിരുന്നു. ആരുമില്ലാതെ നിന്ന് ജീവിച്ചിരുന്ന അത്ര നാളും എനിക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആയിരുന്നു. പക്ഷെ തരുണത് മാറ്റി എനിക്ക് അവരെ എൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റും തോന്നില്ല. എന്താ പിന്നെ നിങ്ങൾ കാണാതിരുന്നത്? അച്ഛക്ക് ഇഷ്ടപ്പെട്ടാൽ കാണൂടായിരുന്നോ? അവനെവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറേ തപ്പി നോക്കി, ബട്ട് ഒന്നും അറിയാൻ പറ്റിയില്ല. എന്നോ നീ അവനെ കണ്ടു കഴിഞ്ഞു. പണ്ടേ നീ അവനെ മനസ്സിലാക്കി കഴിഞ്ഞു. നീ എന്താ ഈ പറയുന്ന? നീ ഇപ്പോൾ ഉള്ള എൻ്റെ കൈകൾ അത് എപ്പോഴും നിന്നെ സേഫായിട്ട് കൊണ്ടുപോകത്തുള്ളൂ. ആരും നിന്നെ നോക്കിയതുപോലെ ആരും തന്നെ നിന്നെ ഇനിയും നോക്കും ഈ ജീവിതം മുഴുവൻ. നീയാണ് ആരും